മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ പെരുമ്പാവൂർ വേങ്ങൂരിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കൊച്ചുപുരയ്ക്കൽ കടവ് പ്രദേശത്താണ് 12 കാട്ടാനകൾ കൂട്ടമായി എത്തിയത്. ഇന്നലെ രാത്രിയിൽ എത്തിയ കാട്ടാനക്കൂട്ടം ഇന്ന് രാവിലെ ജനവാസ മേഖലയിൽ തുടരുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ചേർന്ന് ആനക്കൂട്ടത്തെ പുഴ കടത്തി പിന്നീട് കാടുകയറ്റി വിട്ടു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് വരുന്ന ഒരു നിത്യസംഭവമായിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇത് സ്ഥിരം സംഭവമാണ്. മലയാറ്റൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെരുമ്പാവൂർ വേങ്ങൂരിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. അവിടെ ഇപ്പോൾ കാട്ടാനക്കൂട്ടത്തെ പുഴ കടത്തി കാട് കയറ്റി വിട്ടു എന്നതാണ് പിന്നീട് സംഭവിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ കഴിഞ്ഞ ദിവസം മലയാറ്റൂരിലെ ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മേഖലയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോൾ. ഇത് നേരത്തെ തന്നെ ഇവിടെ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്ന ഒരു ഇടമായിരുന്നു, അത്തരം പ്രതിസന്ധിയുള്ള ഇടമായിരുന്നോ ഡാനി? സജിത്ത്, ഈ മേഖലകളിലേക്ക് അത്ര കണ്ട ശല്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്കിലും ഇതിൽ ഭീതി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വന്നു പോകുന്ന ചെറിയ ഇത്രയും കൂട്ടമായി ഇങ്ങനെ ഇതിപ്പോഴും 12ഓളം ആനകളാണ്, കുട്ടിയാനകളടക്കം 12ഓളം ആനകളാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഏതാണ്ട് ഒരു ആട്ടിൻപറ്റമൊക്കെ മേയാൻ വരുന്ന ഒരു പ്രതീതി നാട്ടുകാർ പറയുന്നത്. കാരണം കൂട്ടത്തോടെ വന്ന് പോകുന്നു ഏതാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാറ്റൂർ മേഖലയിലായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലകൾ തീർത്തും ദുഷ്കരമാകുന്നു ജനജീവിതം എന്ന രീതിയിലാണ്. കാരണം ഈ വന്യജീവികൾ ഇറങ്ങുന്ന ഒരിടമായിട്ട് ഇതെല്ലാം തന്നെ മാറുന്നു എന്നാണ്. നേരത്തെ മലയാറ്റൂർ ഇല്ലിത്തോട് മേഖലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ അടക്കം ഒരു വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പെരുമ്പാവൂർ വേങ്ങൂരിൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന കാട്ടാനക്കൂട്ടം ഇറങ്ങിയതാണ്. പഞ്ചായത്തിലെ കൊച്ചുപുരയ്ക്കൽ കടവ് എന്ന പ്രദേശത്തേക്കാണ് ഇങ്ങനെ ഈ ആനക്കൂട്ടം എത്തിയത്. വലിയ ആനകളും കുട്ടിയാനകളും അടക്കം 12ഓളം ആനകളാണ് ഇവിടേക്ക് ഈ ഒരു സവാരി നടത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിലെത്തിയ ആനക്കൂട്ടം അത് തുടരുകയായിരുന്നു. പിന്നീട് ഇന്ന് പുലർച്ചെയും വന്നതോടെയാണ് നാട്ടുകാർ വിവരം അറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. പ്രദേശവാസികളും ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഒച്ചയുണ്ടാക്കിയും വലിയ ബഹളം വെച്ചുമെല്ലാമാണ് ശബ്ദം ഉണ്ടാക്കിയാണ് ആനകളെ പുഴ കടത്തി വിട്ടത്. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന നിശ്ചയമായിരിക്കുന്നു. കാരണം ഈ മലയാറ്റൂർ, ഇല്ലിത്തോട്, പെരുമ്പാവൂർ ഈ പ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ ഇവരുടെ ഒരു വിഹാരം നടത്തുന്ന ഒരു കേന്ദ്രമായിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. ജനങ്ങളുടെ ജീവിതം അതോടൊപ്പം തന്നെ വലിയൊരു കാർഷിക മേഖല, ഈ കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പേരെ ഇവിടെ കൃഷി ഉപജീവനമാക്കിയവരുണ്ട്. കാട്ടാനക്കൂട്ടം ഒരിക്കൽ കടന്നു പോയാൽ പിന്നീട് കൃഷി പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക്, വാഴയും കവുങ്ങും ഉൾപ്പെടുന്ന കൃഷി അതിന്റെ തോട്ടം പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജനങ്ങളുടെ ജീവന ഭീഷണി, വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ അടിയന്തര നടപടികൾ ഇല്ലിത്തോട് നേരത്തെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വനവാസ മേഖലയോട് ചേർന്നുകൊണ്ട് ട്രെഞ്ച് ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഫെൻസിംഗ് സ്ഥാപിക്കുക, ഇലക്ട്രിക് വേലികളടക്കം സ്ഥാപിക്കുക എന്ന ആവശ്യങ്ങളാണ് ജനങ്ങൾ ഈ മേഖലയിൽ ഉന്നയിക്കുന്നത്. അത് മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. കാരണം ഈ രീതിയിലുള്ള നടപടികളില്ല എങ്കിൽ വലിയ ഭീതിയിലേക്കാണ് ഈ മേഖല ഒന്നാകെ മാറുന്നത്. രാത്രിയിലും മറ്റും കാട്ടാനക്കൂട്ടം എത്തുമ്പോൾ ഇത് എവിടെ എങ്ങനെയെന്ന് പോലും ആർക്കും നിശ്ചയമില്ല. സാധാരണ ഇവിടെയുള്ള നാട്ടിടവഴികളിലൂടെ അടക്കം കൂട്ടമായി കടന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പകലെത്തുമ്പോൾ മാത്രമാണ് ഇത് വീടിനും എല്ലാം ഇങ്ങനെ ആനപ്പിച്ചിരുന്നതായി ആളുകൾ അറിയുന്നതും പിന്നെ ഇവയെ ഓടിക്കുവാനുള്ള നടപടികൾ നടക്കുന്നതും. പുലർച്ചെ എത്തുമ്പോൾ തന്നെ പലരും തന്നെയും ഈ കച്ചവടത്തിലും മറ്റു ഉപജീവന മാർഗവുമായി സ്വീകരിച്ചതെല്ലാം തന്നെയും രാവിലെ തന്നെ അവരുടെ ജീവിതം ആരംഭിക്കും. പലരും ഇതൊന്നും അറിയാതെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് പോലും അറിയാതെയാണ് ഇവർക്ക് മുന്നിലേക്ക് അടക്കം എത്തുന്നത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾ ഭീതി പരത്തുന്നു.
അപ്പോൾ അടിയന്തരമായ ഒരു നടപടികൾ ഈ മേഖലയിലേക്കും വേണ്ടുന്ന ഒരു ആവശ്യത്തിന് ശക്തി കൂട്ടുകയാണ് സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തന്നെ തുരത്തി വിട്ടു നാട്ടുകാരും വനപാലകരും ചേർന്ന്. ഒരു